എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പൈനാപ്പിൾ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണിത്. നിങ്ങളിത് ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ തോന്നുന്ന അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കൂ. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനിതിലോട്ട് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇപ്പം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 സ്പൂൺ വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 1-1.5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. അടുത്തതായിട്ട് ഞാനിതിലോട്ട് 4 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വറ്റൽമുളകും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിതിലോട്ട് 1 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും 4 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സവോള ഗോൾഡൻ കളറിലോട്ടൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല. ഞാനിതിൽ വറ്റൽമുളകും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പം വറ്റൽമുളകും പച്ചമുളകും കൂടി ചേർക്കാനായിട്ട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി. അതൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ക്രമീകരിക്കുക. ഇതിലോട്ടൊരു 1/2 സ്പൂൺ ഉപ്പ് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 സ്പൂൺ ചില്ലി പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർക്കുന്നത് ഒഴിവാക്കാവുന്നതാണ്. പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കാനായിട്ട് മറക്കരുത്. പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് പൈനാപ്പിൾ ചേർക്കുവാണ്. ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള പൈനാപ്പിൾ മുഴുവനും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതുകൊണ്ട് ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാര ചേർക്കുന്നത് ഒഴിവാക്കരുത്, നിർബന്ധമായിട്ട് ഇത് ചേർക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ മെഴുക്കുവരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം പൈനാപ്പിളിലോട്ട് നന്നായിട്ട് പിടിച്ചു വരട്ടെ. ഒരു പക്ഷേ നിങ്ങൾ അധികം ആരും ഈ ഒരു പൈനാപ്പിൾ മെഴുക്കുവരട്ടി ട്രൈ ചെയ്ത് കാണാനായിട്ട് സാധ്യതയില്ല. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പൈനാപ്പിൾ മധുരക്കറിയുടെ ഏകദേശം ഒരു ടേസ്റ്റാണ് ഇതിനും. നമ്മൾ തേങ്ങയൊന്നും ഇതിൽ അരച്ച് ചേർക്കുന്നില്ലെങ്കിലും ഏകദേശം പൈനാപ്പിൾ മധുരക്കറിയുടെ ടേസ്റ്റിനോടാണ് ഇതിന് കൂടുതലും സാമ്യമുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ സവോളയൊക്കെ ചേർക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ പൈനാപ്പിൾ പൊടികളുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് മൂടി വെച്ച് വേവിച്ചെടുത്താലും ഇത് വെന്ത് കുഴഞ്ഞു പോവുകയൊന്നുമില്ല. ഇത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് മൂടി വയ്ക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് മൂടി മാറ്റിയതിന് ശേഷം ഇളക്കി കൊടുക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 3-4 മിനിറ്റ് കൂടി നമുക്ക് മൂടി വയ്ക്കാതെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുവാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകത്തിന് ചേർന്നിട്ടുണ്ടോ എന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. മധുരവും പുളിയും എരിവും ഉപ്പും ഒക്കെ ചേർന്ന് ഇതിൻ്റെ എല്ലാം ഒരു ബാലൻസ്ഡ് ടേസ്റ്റാണ് നമ്മുടെ ഈ പൈനാപ്പിൾ മെഴുക്കുവരട്ടിക്ക്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇടുക്കിക്കാരി ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.